Hello children, welcome to Kids Area Online. Onam exam 2024 അടിസ്ഥാന പാഠാവലി എക്സാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും അതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒക്കെ അറിയണ്ടേ? യെസ്, ഓക്കെ. ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? വായിക്കാം എഴുതാം. ഒപ്പരം. സുരേന്ദ്രൻ കാടങ്കോടിൻ്റെ ഒപ്പരം എന്ന കവിതയായിരുന്നു അല്ലേ? ആ കളി മൈതാനമാകെ പൂത്തുമ്പികൾ പാറും പോലെ, പൂത്തിരി പൂക്കും പോലെ, ആ കൊച്ചു കിടാങ്ങളിലാകെ പന്തൊന്നു പിടിക്കുവാനുള്ള വെമ്പലൊരു മത്സരമാകുന്നു. ഉന്തിയും തള്ളിയും വീണും തോറ്റും കിതച്ചും ജയിച്ചും നിയമങ്ങൾ കൊത്തും തെറ്റിച്ചും തമ്മിൽ കലരുകയാണവർ. ഈ മൈതാനം എത്രയോ ധന്യം, കുഞ്ഞു പാദങ്ങൾ പുണർന്നതിൻ പുണ്യം. അപ്പോൾ ഒപ്പരം എന്ന കവിതയാണ്. ഇതിൽ നിന്നും 5 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഈ 5 ക്വസ്റ്റ്യനും നിങ്ങൾ ഉറപ്പായിട്ടും ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ടാകും. നമുക്ക് നോക്കണ്ടേ, ശരിയാണോ നോക്കണ്ടേ? ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? പൂത്തിരി പൂക്കും പോലെ ഏത് വികാരത്തെയാണ് അർത്ഥമാക്കുന്നത്? പൂത്തിരി പൂക്കും പോലെ. പൂത്തിരി പൂക്കുമ്പോൾ എന്തിനാ? ആഹ്ലാദമാണോ, മത്സരമാണോ, വിദ്വേഷമാണോ, കിതപ്പാണോ ഉണ്ടാവുക? പൂത്തിരി പൂക്കുമ്പോൾ സന്തോഷം, ആഹ്ലാദം അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ആഹ്ലാദം. പൂത്തുമ്പികൾ പാറുന്നത് പോലെ പാറിയത്. കൊച്ചുകിടാങ്ങൾ, പന്ത്, നിയമങ്ങൾ, പാദങ്ങൾ. ആരാ പൂത്തുമ്പികൾ പാറുന്നത് പോലെ മൈതാനത്ത് ചാടി മറിഞ്ഞ് കളിച്ചത്? ആരാ? കൊച്ചുകിടാങ്ങൾ. ആരാ? കൊച്ചുകിടാങ്ങൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പന്ത് പിടിക്കാനുള്ള വെമ്പൽ എന്തായി മാറുന്നു? വെമ്പൽ എന്തായി മാറുന്നു? മത്സരം. വെമ്പൽ മത്സരമായി മാറുന്നു. കിതപ്പല്ല, ധന്യതയല്ല, തോൽവിയല്ല, മത്സരമായി മാറുന്നു. നാലാമത്തേത് എന്തായിരുന്നു? മൈതാനത്തിന്റെ പുണ്യം എന്താണ്? കളിക്കാർ തമ്മിൽ മത്സരിച്ചത്, നിയമങ്ങൾക്കൊത്ത് കളിച്ചത്, കുഞ്ഞു പാദങ്ങൾ പുണർന്നത്, നിയമങ്ങളുള്ളത്. ഏതാ മൈതാനത്തിന്റെ പുണ്യം? കുഞ്ഞു പാദങ്ങൾ പുണർന്നത്. ഉന്തിയും തള്ളിയും വീണും തോറ്റും കിതച്ചും ജയിച്ചും. ഈ വരികളിൽ അർത്ഥമാകുന്നതെന്ത്? കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ്. ജയിച്ചേ മതിയാകൂ. ഉന്തും തള്ളും പാടില്ല. തോറ്റാൽ കിതയ്ക്കും. എന്താ ഈ വരികളിൽ അർത്ഥം? ഉന്തിയും തള്ളിയും വീണും തോറ്റും കിതച്ചും ജയിച്ചും. കുട്ടികൾ ഇങ്ങനെയൊക്കെയാണല്ലേ? കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ. അപ്പൊ ഈ 5 ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതിയില്ലേ? യെസ്, എഴുതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അഭിപ്രായക്കുറിപ്പ്. പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ? അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ? നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക്. പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന പാഠഭാഗത്തിലെ പ്രകാശന്റെ വാക്കുകൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഈ പത്രവാർത്തയൊന്ന് ശ്രദ്ധിക്കൂ. വനിതാ ഫുട്ബോൾ തിരിച്ചെത്തുന്നു. തിരുവനന്തപുരം. കേരളത്തിലെ വനിതാ ഫുട്ബോൾ ക്ലബ്ബുകൾ തിരിച്ചു വരുന്നു. താരങ്ങൾക്ക് നിരവധി അവസരങ്ങൾ നൽകിക്കൊണ്ട് കായിക പ്രേമികൾ വനിതാ ഫുട്ബോൾ വസന്തം ഒരുക്കുകയാണ് ഓരോ പഞ്ചായത്തിലും. പ്രകാശന്റെ വാക്കുകളും പത്രവാർത്തയും വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക. പ്രകാശന്റെ വാക്കുകൾ, പത്രവാർത്ത, ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കുറിപ്പെഴുതുക. അതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. അത് ഓരോ കുട്ടികളും അവരുടെ ആശയത്തിനനുസരിച്ച് എഴുതും. മൂന്നാമത്തെ ചോദ്യം ദൃക്സാക്ഷി വിവരണം. ദൃക്സാക്ഷി വിവരണം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഇതാ ഇപ്പോൾ അടിക്കുകയാണ്, ഇതാ അവർ കൈ കൊട്ടുന്നു, ഇതാ പോകുന്നു, ഇങ്ങനെയൊക്കെ പറയത്തില്ലേ? അത് തന്നെ. സ്കൂളിൽ നടന്ന ഒരു കളിയുടെ ചിത്രമാണത്. ഒരു കൂട്ടുകാരൻ മൈക്കിലൂടെ കളി വിവരണം നടത്തുന്നുണ്ട്. നിങ്ങളാണ് ദൃക്സാക്ഷി വിവരണം നടത്തുന്നതെങ്കിൽ എന്തൊക്കെയാവും പറയുക? സങ്കല്പിച്ചെഴുതുക. ഇവിടെ എന്താണ്? ഉറിയടി മത്സരമാണല്ലേ? അപ്പോൾ ഇതാ ആ കുട്ടിയുടെ കയ്യിൽ ഒരു കമ്പുണ്ട്. ആ കമ്പ് വെച്ച് അടിക്കാൻ പോകുന്നു. കിട്ടിയില്ല, ദാ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കുട്ടികൾ ആർത്തിരമ്പുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ വിളിച്ചു പറയുന്നതാണ് ദൃക്സാക്ഷി വിവരണം. എല്ലാവരും എഴുതിയില്ലേ? യെസ്, എഴുതി. ഓക്കെ. നാലാമത്തെ പ്രവർത്തനം പോസ്റ്റർ. ക്ലാസ് കായികോത്സവത്തിന്റെ ഭാഗമായി കളികളും കായിക മത്സരങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മനോഹരമായ ഒട്ടേറെ കളി നിമിഷങ്ങളുടെ ചിത്രങ്ങൾ, വിവരണങ്ങൾ, വാർത്തകൾ എന്നിവ ചേർത്ത്
രസക്കളി എന്ന പേരിൽ ഒരു പതിപ്പ് തയ്യാറാക്കുന്നു. എന്ത് പേരില? രസക്കളി എന്ന പേരിൽ കളികളുടെ, ഒത്തിരി കളികളുടെ ചിത്രങ്ങൾ, വിവരണങ്ങൾ, വാർത്തകൾ എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പതിപ്പിന്റെ പ്രകാശനം സെപ്റ്റംബർ 30 പ്രമുഖ PU ചിത്ര നിർവഹിക്കും. രസക്കളിയുടെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്റർ തയ്യാറാക്കുകയാണ്. രസക്കളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പതിപ്പാണ്. അതിനുള്ളിൽ ചിത്രങ്ങളുണ്ട്. എന്തിനെക്കുറിച്ചുള്ളതാ? ഒട്ടേറെ കളികളെ കുറിച്ചുള്ള ചിത്രങ്ങൾ, വിവരണങ്ങൾ, വാർത്തകൾ ഇതൊക്കെയുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ടുള്ള രസകളി എന്ന ആ ഒരു പതിപ്പിന് വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ പ്രകാശനം എന്നാണ്, ആരാണ് പ്രകാശനം ചെയ്യുന്നത്, എവിടെയാണ്, അതൊക്കെ അതിനകത്ത് എന്താ കൊടുക്കണം, ഹെഡിങ് കൊടുക്കണം. അതൊക്കെ ചേർത്ത് നിങ്ങൾ മനോഹരമായ പോസ്റ്റർ ഓരോരുത്തരും അവരുടെ ആശയത്തിനനുസരിച്ച് തയ്യാറാക്കിയിട്ടുണ്ടാവും. അതിന് B പാർട്ട് ഉണ്ട് കേട്ടോ. വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും. ഏതു കളിയുമായി ബന്ധപ്പെട്ട പരാമർശമാണിത്? ഒരു വടം, വടത്തിന്റെ നടുക്ക് കൈലേസ് ഉണ്ടാവും. അതിലെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കും, അങ്ങോട്ടോ ഇങ്ങോട്ടോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ. ഏത് കളിയാ? മീൻ വായിലൂടോട്ടം, വടം വലി, 3 കാലിലോട്ടം. ഏതാ? വടംവലി. ഏതാ? വടംവലി അല്ലേ? യെസ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഡയറി കുറിപ്പ്. ഒരു വീരനായകന്റെ അഭിമാനത്തോടെ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി. വിജയെ നിങ്ങൾക്ക് അറിയാമല്ലോ. അന്നേ ദിവസം തകാഹാഷി എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് സങ്കല്പിച്ചെഴുതുക. എന്തൊക്കെയായിരിക്കും ആ ഡയറി കുറിപ്പിൽ ഉണ്ടാവുക? ഒന്നിന് പിന്നാലെ ഒന്നായി വാങ്ങിയ സമ്മാനങ്ങൾ, അതൊക്കെ ചേർത്ത് എന്ത് ചെയ്യും? അന്ന് അവിടെ അനുഭവിച്ച കാര്യങ്ങൾ, അന്ന് അവിടെ കണ്ട കാര്യങ്ങൾ, അന്ന് അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം എന്ത് ചെയ്യും? ഡയറി കുറിപ്പിൽ ഉൾപ്പെടുത്തും. അത് നിങ്ങൾക്ക് ഡയറി നിങ്ങൾ എഴുതുന്നതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതുമാണ്. അതിൻ്റെ B പാർട്ട് ചോദ്യം, പിടിക്കാവുന്ന 1-2 പന്തുകൾ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. അതിന് പ്രകാശം നടത്തിയ പ്രയോഗം എന്തായിരുന്നു? ഓട്ടക്കൈ, കൊട്ടയിൽ വാരി, ജാഗരൂകത. എന്താ? ഓട്ടക്കൈ. ഓക്കെ. ഇനി പ്രവർത്തനം 6, അനുഭവക്കുറിപ്പ്. കൂട്ടുകാരോടൊപ്പം ചേർന്ന് പലവിധ കളികളിൽ ഏർപ്പെട്ടിട്ടുള്ള രസകരമായ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടാവും. മഴയിലും വെയിലിലും പാടത്തും പറമ്പിലും നമ്മൾ കളിച്ചിട്ടുണ്ടാവും. ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തിരിക്കാം. നിങ്ങളുടെ അനുഭവം എന്തായാലും അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങൾ കളിച്ചിട്ടുള്ള ഒരു കളി, അതിൽ എവിടെയായാലും അതിനനുഭവം, തോറ്റാലും ജയിച്ചാലും എന്തായാലും കുഴപ്പമില്ല. നിങ്ങളുടെ അനുഭവം എന്ത് ചെയ്യുക? കളിയെക്കുറിച്ചുള്ള അനുഭവം എഴുതുക. അത് A പാർട്ട്. B പാർട്ട് എന്താ? വാലെ പിടിച്ചും വലിച്ചും, പിന്നെ ആരുടെ വാലിൽ? അരേനങ്ങളുടെ, കന്നുകളുടെ, വാനരന്മാരുടെ. ആരുടെയാ? വാനരന്മാരുടെ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ശരിയായി ഉത്തരം എഴുതിയിട്ടുണ്ട്. കാരണം എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. നിങ്ങളെല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നല്ലതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ഡ്രോ. Sasha's father is busy in the kitchen. Complete the picture after listening to your teacher. ടീച്ചർ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ? അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ദാ ഇവിടെ വരച്ച് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. എല്ലാവരും കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ടാകും. ടീച്ചർ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്തു? ഈ കിച്ചൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? എന്തൊക്കെ വരയ്ക്കാൻ പറഞ്ഞു അതെല്ലാം വരച്ച് നല്ലതുപോലെ വരച്ച് ഈ കിച്ചൺ നിങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആക്കിയില്ലേ? യെസ്. ഓക്കെ. 2ാമത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു? റീഡ് ആൻഡ് കോംപ്രിഹെൻഡ്. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. Tom, Nia, Midhu, Salim and Raj were friends. Tom, Nia, Midhu, Salim, Raj ഇവർ കൂട്ടുകാരായിരുന്നു. One day, ഒരു ദിവസം, they went for a field trip with their teacher. അവർ അവരുടെ ടീച്ചറുമായിട്ട് ഫീൽഡ് ട്രിപ്പിന് പോയി. At lunch time, ഉച്ച സമയം, ചോറ് ആ ഒരു കഴിക്കുന്ന സമയത്ത്, Tom opened his bag. ടോം എന്ത് ചെയ്തു? ബാഗ് തുറന്നു. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, I forgot my lunch box. ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നു. മിഥു ഹിയർഡ് ദിസ്. മിഥു ഇത് കേട്ടു. ഷീ റാൻ ടുവേർഡ്സ് ഹെർ ഫ്രണ്ട്സ് ആൻഡ് ടോൾഡ് ദം. അവൾ എന്ത് ചെയ്തു? കൂട്ടുകാരുടെ അടുത്തെത്തി അവരോട് പറഞ്ഞു. ദേ ക്വിക്ലി കെയിം അപ്പ് വിത്ത് എ പ്ലാൻ. അവരെന്ത് ചെയ്തു? ഒരു പ്ലാനുമായിട്ട് വന്നു. മിഥു ഓപ്പൺ ഹെർ ലഞ്ച് ബോക്സ് ആൻഡ് ടുക്ക് ഹാഫ് ഓഫ് ഹെർ ലഞ്ച്.
എന്ത് ചെയ്തു? മിതു ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്തു. അതിൽ നിന്ന് അതിൻ്റെ ഹാഫ്, ലഞ്ചിൻ്റെ പകുതി എന്ത് ചെയ്തു? പകുതി കൊടുത്തിട്ട് പറഞ്ഞു, ഹിയർ ടോം, യു ക്യാൻ ഹാവ് എ പാർട്ട് ഓഫ് മൈ ലഞ്ച്. എന്താണ്? എൻ്റെ ലഞ്ചിൻ്റെ ഒരു പാർട്ട് എടുത്തോളൂ. നിയ ടുക്ക് ഔട്ട് ആൻ ആപ്പിൾ ആൻഡ് ഓഫേർഡ് ദം ടു ടോം. നീ എന്ത് ചെയ്തു? ആപ്പിൾ കൊടുത്തു. യു ക്യാൻ ഹാവ് ദിസ് ടു. ഇതും ഇരിക്കട്ടെ. ഷീ സെഡ്. സാലിം ആൻഡ് രാജ് ഷെയർഡ് ദെയർ കുക്കീസ് ആൻഡ് കേക്ക്സ്. സാലിമും രാജു എന്ത് ചെയ്തു? കുക്കീസും കേക്ക്സും ഷെയർ ചെയ്തു. ടോം വാസ് ഹാപ്പി അറ്റ് ദ കൈൻഡ്നെസ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. ആ തൻ്റെ കൂട്ടുകാരുടെ ആ കൈൻഡ്നെസ് കണ്ടിട്ട് ടോമിന് ഹാപ്പിയായി, സന്തോഷമായി. ഇതേ കണ്ടിട്ട് സന്തോഷമായി. താങ്ക് യു എവ്രി വൺ, ഹീ സെഡ്. എല്ലാവരോടും നന്ദി പറഞ്ഞു. ദേ ഓൾ സാറ്റ് ടുഗദർ. എല്ലാവരും ഒരുമിച്ചിരുന്നു. ആൻഡ് എൻജോയ്ഡ് ദെയർ ലഞ്ച്. അവരെന്ത് ചെയ്തു? ആ ലഞ്ച് എൻജോയ് ചെയ്ത് കഴിച്ചു. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ഓൾ ഓഫ് ദം വെന്റ് ടു ദ മിതുസ് ഹൗസ്. എല്ലാവരും കൂടി മിതുവിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പം ഇതാണ് സ്റ്റോറി. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെന്റ്. ടോമും ഫ്രണ്ട്സും എന്തിനാണ് പോയത്? ഫോർ എ മൂവി, സിനിമ കാണാൻ. ഫോർ എ വാക്ക്, നടക്കാൻ. ഫോർ എ ഫീൽഡ് ട്രിപ്പ്, ഒരു ഫീൽഡ് ട്രിപ്പിൻ. ടു ദ സ്കൂളിലേക്ക്. എവിടെയാ പോയേ? ഫീൽഡ് ട്രിപ്പിന് വേണ്ടി പോയി. ഹൂ ഫോർഗറ്റ് ടു ടേക്ക് ദ ലഞ്ച് ബോക്സ്. ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നതാരാ? മിതുവാണോ, ടോമാണോ, ടീച്ചറാണോ, സലിമാണോ? ആരാ ലഞ്ച് ബോക്സ് എടുക്കാൻ പറഞ്ഞ? ആരാ ബാഗ് തുറന്നിട്ടാ? ഓ, ഐ ഫോർഗോട്ട് മൈ ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞത് ആരാ? ടോം. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ഐഡിയ. എനിക്കൊരു ഐഡിയ തോന്നുന്നു. എല്ലാവരും എന്ത് ചെയ്തു? എന്തിട്ടു? പ്ലാൻ ആണോ, കൈൻഡ്നെസ് ആണോ, ലഞ്ച് ആണോ, കുക്കീസ് ആണോ? പ്ലാൻ. എല്ലാവരും ഒരു പ്ലാൻ ഇട്ടു അല്ലേ? പ്ലാൻ. വൈ വാസ് ടോം ഹാപ്പി? എന്തുകൊണ്ടാണ് ടോം ഹാപ്പി ആയത്? കൂട്ടുകാർക്ക് തന്നോടുള്ള അതേ കണ്ടിട്ടല്ലേ? ടോം വാസ് ഹാപ്പി അറ്റ് ദ കൈൻഡ്നെസ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. ഓക്കെ, റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി. എന്താണ്? ഒരു നല്ലൊരു തലക്കെട്ട് കൊടുക്കുക. എല്ലാവരും നല്ലൊരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാപ്പി ഫ്രണ്ട്സ് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ചെയ്യാം? ഒരു തലക്കെട്ട്, ഒരു ടൈറ്റിൽ കൊടുക്കാം. അത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, ഓരോരുത്തരുടെയും ടൈറ്റിൽ ഓരോന്നായിരിക്കും. ഹാപ്പി ഫ്രണ്ട്സ് എന്നും അങ്ങനെ ഓരോന്നായിരിക്കും. ഓക്കെ, ആക്ടിവിറ്റി 3. ഇനിയുള്ളതിൽ നിന്നും ഏതെങ്കിലും 3 അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു. അറ്റംപ്റ്റ് എനി 3 ഔട്ട് ഓഫ് ദ നെക്സ്റ്റ് 4 ആക്ടിവിറ്റീസ്. ഇനി വരുന്ന 4 ഈ 1ഉം 2ഉം നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണമായിരുന്നു. ഇനി വരുന്ന 4 ആക്ടിവിറ്റിയിൽ നിന്നും ഏതെങ്കിലും 3 അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, ആക്ടിവിറ്റി 3 എന്തായിരുന്നു? ഡിസ്ക്രിപ്ഷൻ എഴുതാനായിരുന്നു. ഇതാ ഇവിടെ നോക്കിയേ, എന്തൊക്കെയുണ്ട്? പച്ചക്കറി തോട്ടം തന്നെയുണ്ട് അല്ലേ? ഒരു ഗാർഡൻ, പറവകൾ, ഡോഗ്, പക്ഷിക്കൂട്, അങ്ങനെ എന്തൊക്കെയാ, സണ്ണുണ്ട്, എന്തൊക്കെയാ, ഗാർഡനിങ് എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ നല്ലതുപോലൊരു ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ടാവും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പിക്ചർ അല്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺവെർസേഷൻ എന്തായിരുന്നു? സാഷ ആൻഡ് നവീൻ ടോൾഡ് അനുപമ ടീച്ചർ അബൌട്ട് കവിത. സാഷയും നവീനും എന്താണ്? കവിതയെക്കുറിച്ച് അനുപമ ടീച്ചറിനോട് പറഞ്ഞു. ഷീ ഡിസൈഡഡ് ടു വിസിറ്റ് കവിതാസ് ഹൗസ്. അങ്ങനെ നമ്മുടെ അനുപമ ടീച്ചർ കവിതാസ് ഹൗസ് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, അനുപമ ടീച്ചർ വെന്റ് ടു ദ കവിതാസ് ഹൗസ്. അനുപമ ടീച്ചർ എവിടെ പോയി? കവിതയുടെ വീട്ടിൽ പോയി. ടീച്ചർ ടോക്ക് ടു കവിതാസ് മദർ അബൌട്ട് സെൻഡിങ് ഹെർ ടു സ്കൂൾ. അവളെ സ്കൂളിൽ വിടുന്നതുമായി ബന്ധപ്പെട്ട് അമ്മയോട് സംസാരിച്ചു. വാട്ട് വിൽ ബി ദ കോൺവെർസേഷൻ എന്തായിരുന്നു കാണും? ടീച്ചർ ചോദിക്കാൻ, ആർ യു കവിതാസ് മദർ? അപ്പോൾ മദർ പറഞ്ഞാണ് യെസ്. ടീച്ചർ ഐ ആം അനുപമ, ഐ ആം എ ടീച്ചർ. അപ്പോൾ എന്ത് പറഞ്ഞാണ്? അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടാകും? വെൽക്കം ചെയ്തിട്ടുണ്ടാവും അല്ലേ? യെസ്. ഓക്കെ, അതിനുശേഷം എന്തായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാകും? എന്തുകൊണ്ടാണ് കവിത വരാത്തത്? അവൾക്ക് വരാൻ ഇഷ്ടമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അമ്മ എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടാകും? ഓക്കെ, അതായിരുന്നു കോൺവെർസേഷൻ. 5ാമത്തെ ആക്ടിവിറ്റി, തോട്ട്സ്. അങ്ങനെ കവിത സ്കൂളിൽ പോകാൻ റെഡിയായി. കവിത ഈസ് റെഡി ടു ഗോ ടു സ്കൂൾ. ഷീ ഈസ് സോ എക്സൈറ്റഡ്. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ സാഷ ആൻഡ് നവീൻ. അങ്ങനെ കവിത സ്കൂളിൽ പോകാൻ റെഡിയായി. ആ കവിത നല്ല എക്സൈറ്റഡ് ആണ്. ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്? സാഷയ്ക്ക് നവീനും വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തൊക്കെ ചിന്തകളായിരിക്കാം നമ്മുടെ കവിതയുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കുക? വാട്ട് വിൽ ബി ഹെർ തോട്ട്സ്?
കവിതയുടെ ആ സമയത്തെ തോട്ട്സ്, ചിന്തകൾ എഴുതുക. അതായിരുന്നു 5ാമത്തെ ആക്ടിവിറ്റി. അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് എഴുതുന്നത്, അതുകൊണ്ട് ടീച്ചർ ഇപ്പോൾ ആൻസർ പറയുന്നില്ല. 6ാമത്തെ ആക്ടിവിറ്റി പസിൽ. പസിൽ നിങ്ങൾ എല്ലാവരും ചെയ്തായിരുന്നോ? റീഡ് ദ പാസേജ് ഗിവൺ ബിലോ. ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുക. ആൻഡ് സോൾവ് ദ ക്രോസ് വേർഡ് പസിൽ. എന്നിട്ടൊരു ക്രോസ് വേർഡ് പസിൽ എന്ത് ചെയ്യുക? നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഇറ്റ് വാസ് ഗെറ്റിംഗ് ലേറ്റ്. വളരെയധികം താമസിച്ചു. അനുപമ ടീച്ചർ റഷ് ടു കവിതാസ് ഹൗസ്. അനുപമ ടീച്ചർ എന്ത് ചെയ്തു? വേഗത്തിൽ കവിതയുടെ വീട്ടിലേക്ക് പോവാണ്. There was nobody in front of the house. ആ വീടിൻ്റെ മുറ്റത്ത്, വീടിൻ്റെ ഫ്രണ്ടിൽ ആരെയും കാണുന്നില്ല. She heard a sweet lullaby from inside. എന്താണ്? ടീച്ചർ അകത്ത് നിന്നൊരു താരാട്ട് കേൾക്കുകയാണ്. She peeped into the house. ആ ടീച്ചർ ആ വീടിനുള്ളിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കി. She saw Kabita singing in sweet tender voice. നല്ല പതിഞ്ഞ നല്ല മധുരമായ സ്വരത്തിൽ എന്ത് ചെയ്യുന്നു? കവിത പാടുകയാണ്. നൈസ് സോങ്, മധുരമായ നല്ല സോങ്. ഷീ മർമേർഡ്. ഇങ്ങനെ പതിയെ ഇങ്ങനെ പറഞ്ഞു. കവിത സാ അനുപമ ടീച്ചർ. കവിത അനുപമ ടീച്ചറിനെ കണ്ടു. ഷീ വാസ് സർപ്രൈസ്ഡ്. അവൾ സർപ്രൈസായി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. ക്രാഡിൽ സോങ്. അപ്പോൾ എക്രോസ് ഡൗൺ, വലത്തോട്ട് എഴുതാനുണ്ട്, താഴോട്ട് എഴുതാനുണ്ട്. അത് ടീച്ചർ പസിൽ അടുത്ത് കാണിക്കാം. ക്രാഡിൽ സോങ്. ഇതിൽ ക്രാഡിൽ സോങ് ഏതായിരുന്നു? ഷീ ഹിയർഡ് എ സ്വീറ്റ് ലുലാബി ഫ്രം ഇൻസൈഡ്. ടീച്ചർ എന്ത് ചെയ്തു? അകത്തുനിന്ന് ചെറിയൊരു താരാട്ട് കേട്ടു. ക്രാഡിൽ സോങ്, തൊട്ടിലാട്ടിക്കൊണ്ട് പാടുന്ന പാട്ട് ഏതാ? ലുലാബി. എന്താ എഴുതാനുണ്ടായിരുന്നത്? ലുലാബി. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, എക്രോസ്. ടു സ്പീക്ക് ഇൻ എ ലോ സോഫ്റ്റ് വോയിസ്. പതിയെ, ഇങ്ങനെ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്ന എന്താ പറയുക? മർമേർഡ്. നൈസ് സോങ്. ഷീ മർമേർഡ്. പതിയെ പറയുക. ടു ലുക്ക് സീക്രട്ലി. പതിയെ ഒളിഞ്ഞു നോക്കുക, ആരും കാണാതെ നോക്കുക. എന്താ പറയുക? ഷീ പീപ്ഡ് ഇൻ ടു ദ ഹൗസ്. പീപ്പ്. എന്താ പറയുക? പീപ്പ്. ടു മൂവ് ക്വിക്ലി. വേഗത്തിൽ പോവുക. അനുപമ ടീച്ചർ റഷ് ടു കവിതാസ് ഹൗസ്. റഷ്. എന്താ പറയുക? റഷ്. അടുത്ത് ഡൗൺ, താഴേക്ക്. എന്തായിരുന്നു? സീ ഓർ ഫീൽ സംതിങ് അൺഎക്സ്പെക്റ്റഡ്. കാണുകയോ ഫീൽ ചെയ്യുക. അപ്പം അപ്രതീക്ഷിതമായി കാണുകയും ഫീൽ ചെയ്യുകയും ചെയ്തതിന് എന്താ പറയുക? വൺ ഡൗൺ. എന്തായിരുന്നു? സർപ്രൈസ്. എന്താ? സർപ്രൈസ്. ഇനി സോഫ്റ്റ്. സോഫ്റ്റ് ആയിട്ട് എന്താണ് ചെയ്തിരുന്നത്? സോഫ്റ്റിന് എന്ത് വാക്കാണ് ഇവിടെയുള്ളത്? സ്വീറ്റ് ടെൻഡർ വോയിസ്. പതിഞ്ഞ നല്ല സോഫ്റ്റ് ടെൻഡർ വോയിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രാഡിൽ സോങ്, ലുലാബി. ടു സ്പീക്ക് ഇൻ എ ലോ സോഫ്റ്റ് വോയിസ്, മർമേർഡ്. ടു ലുക്ക് സീക്രട്ലി, പീപ്പ്. ടു മൂവ് ക്വിക്ലി, റഷ്. സീ ഓർ ഫീൽ സംതിങ് അൺഎക്സ്പെക്റ്റഡ്, സർപ്രൈസ്, സോഫ്റ്റ്, ടെൻഡർ. ഇതായിരുന്നു ആൻസേഴ്സ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ഈ പസിലിൽ കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. സർപ്രൈസ് മാത്രം, വൺ ഡൗൺ മാത്രം നൽകിയിട്ടുണ്ട്. ഇവിടെ PEEP, പീപ്പ്. ഇവിടെ ടെൻഡർ, TENDER, ടെൻഡർ. റഷ്, RUSH, റഷ്. മർമർ, MURMER, മർമർ. ഓക്കെ, നിങ്ങളിത് കറക്റ്റായിട്ട് ലുലാബി, LULLABY, ലുലാബി. ഇതെല്ലാവരും കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കാണും. ആൻസർ അതിലത്തെ പാസേജിൽ തന്നെ ഉണ്ടായിരുന്നു. ചെയ്തില്ലേ? എല്ലാവരും ശരിയായിട്ട് ചെയ്തില്ലേ? ഓക്കെ, തെറ്റിപ്പോർ വിഷമിക്കണ്ട കേട്ടോ. അടുത്ത എക്സാം നമുക്ക് ഫുൾ മാർക്സ് നേടാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിൻ്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിൻ്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.